പക്ഷെ ഇറ്റലിയിൽ അങ്ങനെ ഒരു ഇതില്ല. ഇവിടെ നാട്ടിൽ ഇത്രയും മലയാളികൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു അസോസിയേഷൻ്റെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ്, അല്ലാതെ കോമ്പറ്റീഷൻ ആയിട്ടോ ഒന്നുമല്ല. എന്ന് പറഞ്ഞതുപോലെ മിലാനിലും സിസിലിയിലും പിന്നെ ത്രെവീസും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ ഈ അസോസിയേഷന്റെ രൂപീകരണ ഉദ്ഘാടനത്തിന്റെ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇനിയിപ്പോൾ എവിടെ എനിക്ക് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. കാരണം നിങ്ങളുടെ സംശയങ്ങള് കാര്യങ്ങള് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു. ഏത് രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഭാരവാഹികളോട് ചോദിക്കുകയാണ്, ഒരു ക്ലാസ് ആയിട്ടാണോ അതോ സംശയങ്ങൾ വരുന്നതിന് സംശയത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണോ അതോ ജനറൽ ആയിട്ട് ഐഡിയ പറയുന്നതാണോ? അതുകൊണ്ട് ഏത് രീതിയിലാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒരു പുതിയ പേപ്പർ ഇറങ്ങുന്നുണ്ടോ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. പേപ്പർ സെക്കൻഡ് സ്റ്റെപ്പിന്റെ രീതിയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വന്നിരിക്കുന്ന ആ ചുമതല ആ സെക്കൻഡ് ടൈമിൽ പേപ്പർ ഇറങ്ങുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് അസോസിയേഷനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി മലയാളി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ മിസ്സിസ് ബിന്ദു സാബുവിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള എന്റെ സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. കാരണം ഈ മലയാളി അസോസിയേഷന്റെ ഉദ്ഘാടന വേളയിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഭാഗമാകുവാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഒന്നിച്ചു കാണുവാനും സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ സംരംഭം കുറച്ചുകൂടി നേരത്തെ ആകേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. 10-15 വർഷങ്ങളോളമായി മലയാളികൾ ഈ നാപ്പോളിയുടെ പല ഭാഗങ്ങളിലായി ജോലി ചെയ്തു വരികയാണ്. അന്ന് തൊട്ട് ഇന്നോളം വളരെയേറെ പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിച്ചിട്ടില്ല.